കാണാം സ്വഹാബി വനിതകളുടെ വീടുകൾ, ഒട്ടേറെ വീടുകളുടെ ഉള്ളിൽ പള്ളികൾ ഉണ്ടായിരുന്നു. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുകയാണ്. 10 കിതാബിന്റെ പേരിൽ വീണ്ടും കളവ് പറഞ്ഞിരിക്കുന്നു. 10 കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ള പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പടുജാഹിലുകളായ മൗലവിമാർ വലിയ താടികൾ വെച്ചുകൊണ്ട് നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ, പ്രമാണങ്ങളുടെ പേരിൽ, കിതാബുകളുടെ പേരിൽ കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വലാരത്തിലേക്ക്, വഴികേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് മൗലവിമാർ ചെയ്യുന്നതെന്ന കാര്യം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഓർക്കണമേ. എന്താണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്? ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ വായിൽ മുഹയ്യദ്ദീൻ ശേഖനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ് ഇന്ദരൂഹും ഓതിയപ്പോ ചോദിച്ചപ്പോ തെളിവില്ല. മൗലവിയുടെ പോക്കറ്റിൽ നിന്നെടുത്ത തെളിവല്ലാതെ തെളിവില്ല. മറ്റ് 4 കളവുകൾ നമ്മൾ ഇവിടെ മാറ്റി പറയിപ്പിച്ചത് നിങ്ങൾ കേട്ടതാണ്. ഇത് നീണ്ടുപോയാൽ മുജാഹിദ് മൗലവിമാർ നിരത്തുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന കളവുകളുടെ പട്ടിക വളരെ നീണ്ടതായിരിക്കുമെന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നും മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം, ബിദ്അഈ പ്രസ്ഥാനങ്ങൾ അതൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണെന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദഈ, പുത്തൻ പ്രസ്ഥാനക്കാരനായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന്, സജ്ജനങ്ങളുടെ മാർഗത്തിൽ നിന്ന്, പൂർവീകരുടെ പാതയിൽ നിന്ന് തെന്നിമാറിയ ഏതൊരു വ്യക്തിയുണ്ടോ അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ സൗമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കുകയില്ല. വലാ നുസുകൻ, അവന്റെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. വലാ സർഫൻ വലാ അദ്ലാ, അവന്റെ ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ വസ്തുത നാമൊക്കെ മനസ്സിലാക്കി, നാമൊക്കെ ഉൾക്കൊണ്ട് ബിദ്അത്തിനെ തൊട്ട് സൂക്ഷിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണമേ. അതിൽ പെട്ടുപോകരുത്. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബം, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ, നിശ്ചയിച്ചതിലും വലിയ സമയം അധികൃതർ നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർക്ക് ശല്യമായി കൊണ്ടിരിക്കുന്നു. 10 മണിയാണ് നമ്മുടെ സമയം. 11:30 മണിയുമായി 1.5 മണിക്കൂർ കൂടുതലായി. അത് അവരുടെ ഔദാര്യം കൊണ്ട് നമ്മൾ നടത്തിയതാണ്. അല്ലാഹു അത് നമ്മുടെ ഈ പരിപാടി കബൂൽ ചെയ്യുമാറാവട്ടെ. വൈകിയ സമയമായതുകൊണ്ട് ചോദ്യകർത്താക്കൾ ഇനിയും ഉണ്ടാകും. നമ്മുടെ മൗലവിമാർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സാധാരണക്കാരായ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തുള്ള മുഖാമുഖത്തിൽ അതിന് അവസരം ഒരുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സംശയം ഇവിടെ വെച്ച് തീരുന്നില്ല. ഇനിയും കൂടുതൽ മൗലവിമാർ പ്രത്യേകമായും അല്ലാത്തവർ പൊതുവായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി സമയം വൈകിയതിനാൽ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മുജാഹിദുകളുടെ മുഖാമുഖം പോലെ അല്ല നമ്മളുടെ മുഖാമുഖം എന്ന് ഓർക്കണം. പറഞ്ഞതിലും സമയം 1.5 മണിക്കൂർ നീണ്ടിരിക്കുന്നു. മുജാഹിദുകൾ സമയമാകുന്നതിന് മുമ്പ് നിർത്തുന്നവരാണ്. അതിനേക്കാൾ കൂടുതലായത് കൊണ്ടും നമ്മുടെ സമയം വൈകിയതുകൊണ്ടും നിയമപാലകരുടെ കർക്കശ നിലപാടുകളുള്ളത് കൊണ്ടും സഹോദരന്മാരെ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്തതിന് ശേഷം പോകാം.